പിന്നെന്തൊക്കെയുണ്ട്? വയറ്റില് ആകെ ഒരു പുകച്ചില് പോലെ. ഇതിനാണ് വിശപ്പെന്ന് പറയും. എല്ലാവരും അധ്വാനിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അതിന് എത്ര രൂപയ്ക്ക് വിൽക്കും? ഏതിന്? ആ ഫിഷിനെ എനിക്ക് വേണം. ഞാൻ വിൽക്കുന്നില്ല. There you have $100. No. $200? No. $500? Sorry. $1,000? 50,000 രൂപ. ശരി, $1,000 പ്ലസ് പ്ലാറ്റിനം ചെയിൻ. ഓക്കെ? ലോകത്ത് പണം കൊണ്ട് നേടാൻ കഴിയാത്തത് ഒരുപാടുണ്ട്. അതിലൊന്ന് ഈ ഫിഷ്. Tell me, sir, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്ത് ചോദിച്ചാലും തരൂ. എന്ത് ചോദിച്ചാലും. നന്നായി ആലോചിക്ക്. കണ്ടില്ലേ, ആഹാരത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ പെയിൻ ഇതാ. വിശപ്പ് എന്ത് തെറ്റും ചെയ്യിക്കും. ഇതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കിക്കും. നീ ചിന്തിക്കുന്നൊന്നും ചോദിക്കില്ല. എൻ്റെ ഡ്രസ്സൊക്കെ നീ കഴുകി തരണം. ഈ മീൻ വേണമെങ്കിൽ എൻ്റെ ഡ്രസ്സ് കഴുകും. തിന്നു. ശ്രദ്ധിച്ച് മുള്ളുണ്ട്, ശ്രദ്ധിച്ച്. പെപ്പറും സോൾട്ടൊന്നും ഇല്ലാതെ കുഴപ്പമുണ്ടോ? No problem. 1 second. അമ്മോ ബോസ്, അയ്യോ മോളെവിടെ? മോളെന്ന് പറഞ്ഞ് ഇനി ചെരുപ്പൂരിന്ന് അടിക്കും. മര്യാദക്ക് ഫോൺ ചെയ്ത് പറയട്ടെ, കാണാനില്ലെന്ന് ഒളിച്ചോടി പോയെന്ന് പറ. പേടിക്കുന്നെന്തിനാ? പറയേ, ഇപ്പൊ തന്നെ 2 ദിവസമായില്ലേ? വിളിക്കണോ? എന്താ ഞാൻ പറയേണ്ടത്? എങ്ങനെയാ ദൈവമേ പറയേണ്ടത്? ഹലോ, എന്ത് പറ്റി സാർ? മോളെ കാണാനില്ല സാർ. സാർ ഇതുവരെ ഫോൺ ചെയ്യാതിരുന്നത് പേടിച്ചിട്ടാ സാർ. ആ മോളെ, നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? പേരെന്താ? സഞ്ജന. സഞ്ജന. സഞ്ജു. Hey, I'm not that close to you and not your close friend. Don't call me Sanju, okay? സഞ്ജയ്. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ നിന്നെ വിളിക്കോടി. ഒരു മീണ്ടുള്ള എനർജി കണ്ടില്ലേ? ഒരു മോള്. ഏയ് അലക്ക്, നന്നായി അലക്ക്. മനുഷ്യൻ ഇവിടെ തലയ്ക്ക് വെളിവില്ലാതിരിക്കുമ്പോഴാ സുഖമാണോ? എന്തായി? നിനക്കെന്താ നഷ്ടം? Cool down. You want oil massage, Thai massage, body massage. ഇനി മസാ ഒന്നും വേണ്ടടാ, വരുന്നുണ്ടടാ എന്റെ ബോസ്. വന്ന ഉടനെ നമ്മളെല്ലാവരെയും കസ നരിഞ്ഞ് കടലിൽ കലക്കും. Boss massage. Very good. മോൾ എങ്ങനെ കാണാതെന്ന് ഞാൻ പറയാം. നീ എങ്ങനെ ചാവുന്ന് ഞാൻ പറയാം. വാ. Sir, Charan sir, laundry sir. ഇത്രയ്ക്ക് ഫ്രണ്ട്ലി ആയി ക്യൂട്ടായിട്ട് വിളിക്കാൻ ട്രൈ ചെയ്യല്ലേ. ശബ്ദത്തിലൊരു ഭയവും ഒരു റെസ്പെക്റ്റും ഉണ്ടാവണം. ശരൺ സാർ, ആ റേഞ്ചിൽ വരണം. വെക്കേ അവിടെ. എന്നാ ടിപ്സ് വെച്ചോ. ടിപ്പോ? എനിക്കോ? വേണ്ട സർ, ഞാൻ വാങ്ങിച്ചോളാം സർ. ഞാൻ ടിപ്പ് വാങ്ങിച്ചോളാം സർ, പ്ലീസ്. എന്നാ I will keep this inside sir. കൊണ്ടുവെക്കേ. See, my daughter is missing for the last 3 days. I doubted Mr. Sharan. I think he has kidnapped her. അവന്റെ ശരിക്കുള്ള പേരെങ്ങനെയാ? അറിയില്ല, ഏതൊരു വാലൂടുണ്ട് സർ. പാസ്പോർട്ട് നമ്പർ അറിയോ? അതറിയില്ല സർ. പിന്നെ എന്തോ അറിഞ്ഞോട്ടോ ജോലി കൊടുത്തു? അവൻ ആരാ, എന്താ, എവിടെ നിന്ന് വന്നെന്ന് വല്ലതും അറിയോ? അതെന്തിനാ സർ? അനാവശ്യപ്പെട്ട് അവനെ സംശയിക്കരുത് സർ. അവൻ നല്ലവനാ. ആ നല്ലവന്റെ ഫോട്ടോ ഉണ്ടോ? ഓഫീസിൽ നിന്ന് വരുത്തിക്കാൻ. ബാങ്കോക്കിൽ എവിടെയാണോ സ്റ്റേ ചെയ്തത് അവന്റെ ആ റൂം ചെക്ക് ചെയ്യണം. പാസ്പോർട്ട് കിട്ടുമോ നോക്കണം. അവൻ എപ്പോൾ വന്നു, എന്തിനു വന്നു, എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കണം. ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രാവൽ ഏജൻസിയെ പറ്റി അറിയണം. ഗെറ്റ് ഓൾ ദി ഇൻഫർമേഷൻ. അവനെ ഇങ്ങോട്ട് അയച്ചത് വേലായുധ സാറാ.
വേലായുധനോ? ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ആർക്കും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടേ ഇല്ല, അറിയോ? ഞാൻ ഇതുവരെ ഇത് ചെയ്യിച്ചിട്ടേ ഇല്ല. ചെയ്യ്. സർ, Yeah. उसका रूम में पासपोर्ट मिला है सर. ഇത് വെച്ചുകൊണ്ട് അവൻ ആരാ എന്തെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. ഇത് കൊണ്ടുപോയി മൊത്തം ഡീറ്റെയിൽസും കളക്ട് ചെയ്യും. ഓക്കെ? ശരി സർ. തായ്ലൻഡിലുള്ള എല്ലാ TV ചാനലും അവന്റെ ഫോട്ടോയും എന്റെ മോളുടെ ഫോട്ടോയും ടെലികാസ്റ്റ് ചെയ്യണം 24 hours. ഗോ. എന്ത് പറ്റി? What happened? What are you doing? വാ. What are you doing, Sharan? Stop it! Sharan, leave me! Get up! Stop it, I say! വാ. വാ. Sharan, no! Please! No! Please! Sharan, please! No! Stop it, please! നീ പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. എന്താ ഒന്നും ചെയ്യാത്തെന്നറിയോ? നിന്നോട് എനിക്കിഷ്ടമാ, വളരെ വളരെ ഇഷ്ടമാ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ബാങ്കോക്കിൽ വന്നപ്പോ മുതലാണെന്നാണോ വിചാരിക്കുന്നേ? അതിനൊക്കെ മുമ്പാ. നിന്നെ ആദ്യം കണ്ടത് എവിടെ വെച്ചാന്നറിയോ? അന്നു മുതൽ ദിവസവും ഞാൻ നിന്റെ നിഴല് പോലെ എവിടെ പോയാലും അവിടെ എല്ലാം ഞാൻ എത്തിയിരുന്നു. എന്നിട്ട് ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നില്ല. ദൂരെ നിന്ന് നോക്കിക്കാണുക മാത്രമായിരുന്നു. നിന്നെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, അറിയോ? നീയും എന്നെ കണ്ടിരുന്നു. നീ ഇങ്ങോട്ട് വരുന്നെന്നറിഞ്ഞപ്പോ എത്ര സന്തോഷിച്ചെന്നറിയോ ഞാൻ. എന്നാൽ നിന്റെ ബിഹേവിയർ കണ്ടപ്പോ എനിക്ക് നിന്നോട് ദേഷ്യമായി. ക്യാഷ് ഉണ്ടെന്നുള്ള നിന്റെ അഹങ്കാരത്തോട് എനിക്ക് വെറുപ്പായി. എന്നെ നീ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല. നിന്റെ ബിഹേവിയർ മാറ്റാൻ നോക്ക്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശീലിക്കുക. ഇതാ എനിക്ക് പറയാനുള്ളത്. സോറി.